ഏറ്റവും ആദരവും ബഹുമാനമുള്ള സത്യവിശ്വാസികൾ, ഖബറിന്റെ അദാബുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടെ ഈ വിഷയം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. പറയുന്നതും പറഞ്ഞതും എല്ലാം അല്ലാഹു ആഖിറവിലിരിക്കുന്ന ആളാക്കുമാറാകട്ടെ. ഏറ്റവും ആദരവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മരണം എന്നത് ആരെയും രചിച്ചു നോക്കാതെ പോവുകയില്ല. മരണം സുനിശ്ചിതമാണ്, ഉറപ്പാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ബർസഖിയായ ജീവിതം അതും ഉറപ്പായ സംഗതിയാണ്. ആ ജീവിതത്തിനാണ് സഹോദരന്മാരെ നാം കാണേണ്ട ഒരുപാട് രംഗങ്ങൾ ഉള്ളത്. ഖബറെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും ഞെട്ടാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവർ ഖബറിലാകുമ്പോൾ ആ ഖബറിലെ രംഗത്തെ കുറിച്ച് അറിയുന്നവർ, പഠിച്ചവർ അതോർത്ത് കരയാതിരിക്കുകയില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മഖാബിരി. ഒരു ശ്മശാന ഭൂമിയിലേക്ക്, ഖബർസ്ഥാനിലേക്ക് ഞാനും അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ചെന്നു. ഫജലസ ഇലാ ഖബരി, ആദരവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ ഖബറിന്റെ സമീപത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. വകുന്തു അദിനൽ ഖൗം, ഞാനാണെങ്കിലോ സഹാബത്തിന്റെ കൂട്ടത്തിൽ നബിതങ്ങളുമായി ഏറ്റവും അടുത്തിരിക്കുന്നയാളാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ സമീപത്തിരുന്ന് കരയുകയാണ്. നബിതങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ ഞാനും കരഞ്ഞു. ഞാനും കരയുന്നത് കണ്ടപ്പോ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ സഹാബത്തും ആദരവായ നബിതങ്ങൾ ചോദിച്ചു, മായുബീകും, നിങ്ങൾ എന്തിനാ കരയുന്നത് സഹാബ? കൊല്ലാമക്കയ്യാ ലിബുകായിക യാ റസൂലല്ലാഹ്. നബിയെ, ഞങ്ങൾ കരഞ്ഞത് ഈ ഖബറിന്റെ സമീപത്തിരുന്നു. അങ്ങ് കരഞ്ഞപ്പോ ഞങ്ങളും കരഞ്ഞു പോയതാ നബിയേ. ആ സമയത്ത് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹാദാ ഖബ്റു ഉമ്മി ആമിന. ഓ സഹാബ, ഈ ഖബറിന്റെ ഉള്ളിലുള്ളത് എനിക്ക് ജന്മം തന്ന എന്റെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബീവിയുടെ ഖബറാ സഹാബ. അതുകൊണ്ടാണ് ഞാനിവിടെ കരഞ്ഞത്. അല്ലാഹു തആല എന്റെ ഉമ്മയുടെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ അനുമതി നൽകിയപ്പോ ഞാനിവിടെ നിന്ന് കരഞ്ഞു പോയതാ. 6 വയസ്സുവരെ എന്നെ കൊണ്ട് നടന്ന എന്റെ പ്രിയ ഉമ്മയാ. 6 വയസ്സായപ്പോൾ എന്റെ ഉമ്മ എന്നെ തരിശാക്കി ബർസഖി ലോകത്തേക്ക് പോയതാ സഹബ. ഉമ്മയുടെ ആ ഖബർ ജീവിതം അവിടെ ഖബറിലാണെന്നോർത്ത് ഞാൻ കരഞ്ഞതാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഖബറിനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഖബറിനെ കുറിച്ച് അറിയുന്നവർ കരയാതിരിക്കുകയില്ല സഹോദരന്മാരെ. അതുകൊണ്ടല്ലേ ഞാൻ വളർത്തിയത്, ഖബറാളികളിലേക്ക് വന്നാൽ, ശ്മശാന ഭൂമിയിൽ വന്നാൽ ചിരിക്കരുത്, ചിരിക്കാൻ പാടില്ല. ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്തുണ്ട് ആ സമയത്ത് നാം കരയുകയാണ് വേണ്ടത്. മാത്രമല്ല സഹോദരന്മാരെ, ഖബർ എന്നത് നമുക്കവിടെ പച്ചപ്പരവതാനി വെച്ച് തരുന്ന സ്ഥലമല്ല. നമ്മുടെ കുടുംബങ്ങൾ യേശു വെച്ച് തരുന്ന സ്ഥലമല്ല, മെത്ത വെച്ച് തരുന്ന സ്ഥലമല്ല. ഖബർ
നമ്മോട് സംസാരിക്കും സഹോദരന്മാരെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, കബറിൽക്കുന്ന ഭൂമിക്ക് നാവുണ്ട്, അത് സംസാരിക്കും സഹാബ. ഏത് മയ്യിത്ത് വരുമ്പോഴും ആ മയ്യിത്തിനോട് പറയുന്നവർ അന മയ്യിത്തുൻ ദൂദി, പുഴുക്കൾ നിറഞ്ഞ വീടാണേ സഹാബ. ഓ മനുഷ്യ, പുഴുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട വീടാണ് ഖബർ. വബൈത്തുൽ വഹദ, ഏകാന്തതയുടെ ഭവനമാണ് സഹാബ. വബൈത്തുൽ വഹദ, മൂകതയുടെ ഭവനമാണ് സഹാബ. വബൈത്തുൽ ഉൽമ, ഇരുട്ടതയുടെ വീടാണ് ഖബർ. എന്നിട്ട് ആ ഖബർ ചോദിക്കുന്നവർ ഓരോ ഖബറാനോടും ചോദിക്കുന്ന ഖബറിലേക്ക് മയ്യിത്ത് കൊണ്ടുവെക്കുന്നതിന് മുമ്പ് ഓരോ മയ്യിത്തിനോടായി ഖബർ ചോദിക്കുകയാണ്, ഇതാണ് മയ്യിത്ത്, നിനക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളതോ. അതുകൊണ്ട് ഈ ഖബറിലേക്ക് വരുമ്പോ നീ എന്താണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് നീ ഖബറിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല നിലയ്ക്ക് നീ വരികയാണെങ്കിൽ ഞാൻ റഹ്മത്ത് ചെയ്യും കേട്ടോ. ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോൾ സന്തോഷത്തോടെ ലോകത്തേക്ക് പുറപ്പെടാം. മറിച്ച് ഖബറിൽ നീ മോശമായ പ്രവർത്തനങ്ങളുമായി വരികയാണെങ്കിൽ എന്റെ ഖബർ വലിയ അദാബാണ്, ഞാൻ വല്ലാതെ ശിക്ഷിക്കും കേട്ടോ. ഞാൻ നിന്നെ വല്ലാതെ പിടിമുറുക്കും. നീ ആഖിറത്തിലേക്ക് പോകുമ്പോ, ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു പോകുമ്പോ നീ വല്ലാതെ ദുഃഖിതനായിട്ടാണ് പോകുന്നതെന്ന് ഖബർ വിളിച്ച് പറയും സഹോദരന്മാരെ. ഖബർ വിളിച്ച് പറയുക തന്നെ ചെയ്യുന്നു. മാത്രമല്ല, ഇന്നൽ ഖബ്രി വഖതൻ ലൗ നജാ ബിനാ അഹദുൻ ലനജാ ബിനാ സഅദ് ഇബ്നു മുആദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖബർ ഇരിക്കാത്തൊരാൾ കാണൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറിന്റെ ഉള്ളിൽ ഒരു ഞെരുക്കമുണ്ട്, ഒരു നവത്വമുണ്ട്. അതനുഭവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ളവരാണ് ഖബറിൽ കിടക്കുന്നത്. ഖബറിന്റെ ഞെരുക്കമെന്നത് ചെറിയ കാര്യമല്ല. സഅദായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സംഭവം ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞല്ലോ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ജനാസ സംസ്കരണത്തിൽ വാനലോകത്തുള്ള സർവ്വ മലായികത്തുകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പവിത്രമേറിയ സ്വഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഖബറിൽ വെച്ചപ്പോൾ ഖബറൊന്ന് ഞെരുക്കി സഹോദരന്മാരെ. അതുകൊണ്ടാണ് ആദരവായ നിബിധങ്ങൾ പറഞ്ഞത്, വല്ലദീ നഫ്സി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നൽ ഖബ്രി വഖത, ഖബറിൽ ഞെരുക്കമുണ്ട്. ലൗ നജാ ബിനാ അഹദ്, ആ ഖബറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ ബിനാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. സഹാബിയായ സഅദിനെപ്പോൾ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് വിട്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനും നിങ്ങൾ സൂക്ഷ്മമായ ജീവിതം നയിക്കണേ. ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആണയിട്ട് പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ കാണുന്ന ശരീരം ആരുടെ അധീനതയിലാണോ അവിടെ തന്നെ സത്യനിഷേധികളും തന്മാടികളും ഖബറിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ശിക്ഷിക്കപ്പെടുന്ന നേരത്ത് ഖബറിന്റെ ഉള്ളിൽ വിളിയാളങ്ങൾ മുഴുവനും സുബ്ഹാനല്ലാഹ്
പരിസര പ്രദേശങ്ങളില് സർവ മൃഗങ്ങളും കേൾക്കും സഹോദര. മനുഷ്യരല്ലാത്ത ജിന്നുകളല്ലാത്ത സർവ ജീവജാലങ്ങളും ഖബറിന്റെ അദാബിന്റെ ശബ്ദങ്ങള്, ഖബറിലെ പ്രഹാസങ്ങളും വിളികളും മുഴുവൻ, ഖബറാളികളുടെ നൊമ്പരങ്ങളും വേദനകളും കാണുന്ന മൃഗങ്ങൾ മുഴുവൻ കേൾക്കുമെന്നോ നിസാരത്തിന്റെ നാവുകൊണ്ട് അൽ മുസ്തഫൽ അമീർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സംഭവത്തിൽ ഉദാഹരണമായി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തന്റെ തദ്കിറയിൽ പറയുന്നത് കാണാം. ഇതുപോലെ ശ്മശാന ഭൂമിയുടെ സമീപത്ത് ഒരു മൃഗത്തിനെ കൊണ്ട് കിടത്തിയപ്പോ മയ്യിത്തടക്കി പോയതിന് ശേഷം ഈ മൃഗം വല്ലാതെ ഭ്രാന്തിയിലായി ഖബറിന്റെ അരികിൽ ചെന്ന് ചെവിയോർത്ത് നിൽക്കുന്നു. അതിന് അങ്ങോട്ട് വരുന്നു, വീണ്ടും ഖബറിന്റെ അരികിലേക്ക് വരുന്നു. ഈ രംഗം കണ്ടതായി ഇമാം ഖുർത്തുബി തന്റെ തദ്കിറയിൽ രേഖപ്പെടുത്തുകയാണ്. സഹോദര, നടയറ ജുമുഅത്ത് പള്ളിയുടെ ഈ കാണുന്ന മഖാബറും ഇത്തരം ഒരു വിഷയത്തിന് സാക്ഷിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ട സംഭവമാണ്. ഇവിടെ ഒരുപക്ഷെ മുതിർന്നവർക്കറിയാം. ഇവിടെ പള്ളിത്തെക്കതിൽ ഒരു അബ്ദുള്ള ഉപ്പാപ്പ എന്ന ഒരാളുണ്ടായിരുന്നു, അല്ലേ? മൂപ്പർക്ക് കഷ്ടമുണ്ടായിരുന്നു. അന്ന് ഈ കാണുന്ന വസ്തുക്കളൊന്നും എല്ലാം പള്ളിയുടെ വസ്തുക്കളല്ല, അത് അവരുടെ വസ്തുക്കളും ഒക്കെ ആയിട്ട് നടന്നിരുന്ന സ്ഥലമാണ്. അന്ന് പള്ളിക്ക് വളരെ കുറഞ്ഞ സ്ഥലമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പള്ളിത്തെക്കതിൽ വീട് അറിയുന്നവർക്കറിയുന്ന തൊട്ടടുത്ത് വീടുണ്ടായിരുന്നു. അന്ന് ഈ നാട്ടിൽ ഒരാളുടെ ജനാസ അടക്കി പോയിരുന്ന പശു അന്ന് ആ പരിസരത്തിൽ കെട്ടിയിരുന്നു. സുബ്ഹാനല്ലാഹ്, നേരിട്ട് കണ്ടവർ പറഞ്ഞു, ഈ ഖബറിന്റെ മുകളിൽ വന്ന് പശു കൊമ്പ് കൊണ്ട് കൊത്തിയിളക്കി പരിഭ്രാന്തിയായി രണ്ടും തള്ളി ചുവന്നുകൊണ്ട് വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ സംഭവം നേരിട്ട് കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. ഇതെന്നോട് പറഞ്ഞത് ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരും അതുപോലെ തന്നെ വലിയ മഹാനുമായ ശൈഖുന കുട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി അസീസ് മഹാനവർ പറഞ്ഞത് ഇന്നും എന്റെ മനോഹരങ്ങളിൽ ഓടി വരുന്നുണ്ട്. ഈ ശ്മശാന ഭൂമിയിൽ പോകുമ്പോ പലപ്പോഴും ഈ സംഭവം എന്റെ കൽബിലേക്ക് വരാറുണ്ട്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണല്ലോ, ഖബറിന്റെ പ്രഹാസങ്ങളും വിളികളും എല്ലാം മൃഗങ്ങൾ കേൾക്കുമെന്ന് പറഞ്ഞതാണല്ലോ. അതിനുദാഹരണമായി നമ്മുടെ നാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നമ്മുടെ ഖബറിലാകുമ്പോ സന്തോഷമുള്ള ഖബർ ജീവിതം തരണേ അല്ലാഹ്. ഖബറിലെ ഒരു ഭാഗത്തിന്റെ അളവ് ചുരുങ്ങിയ തോതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഹോദരന്മാരെ, നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷയെ കുറിച്ച് 15ഓളം ശിക്ഷയെ കുറിച്ച് ഹദീസിന്റെ കിതാബിൽ പറയുന്നത് കാണാം. റമദാനിൽ മാത്രം നിസ്കരിച്ചതുകൊണ്ട് നമുക്കെല്ലാമായി എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട മുസ്ലിമായ മനുഷ്യൻ പ്രായപൂർത്തിയായാൽ അവന്റെ മരണം വരെ ഓർമ്മശക്തി നിലനിൽക്കുന്ന കാലം വരെ 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം നിർബന്ധമാണ്, ആരും അതിൽ നിന്ന് ഒഴിവാകുകയില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അതിലെ പൗരനോട് ശിക്ഷ മാത്രം ഞാൻ പറയുകയാണ്. ഖബറിലുള്ള ശിക്ഷ അറിയുമോ? يضيق عليه القبر حتى تختلف أضلاعه. അല്ലാഹു തആല അവന്റെ ഖബറിനെ ഒരുക്കിക്കളയും സഹോദരാ, തവിടുപൊടിയാക്കിക്കളയും. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രണ്ടാമതായി യുഖദു അലൈഹിൽ ഖബറു നാറാ, ആ ഖബറിൽ തീയാൽ കത്തിക്കപ്പെടുക തന്നെ ചെയ്യും. തീയാൽ കത്തിക്കപ്പെടുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. ഈ പള്ളിക്ക് വേണ്ടി ബേസ്മെന്റിന് വേണ്ടി കുഴികൾ തോണ്ടുമ്പോ ഒരുപാട് എല്ലുകളും തലയോട്ടി കഷ്ണങ്ങളും കിട്ടിയ കൂട്ടത്തിൽ കറുത്ത കരി
തടിക്കട്ടപോലത്തതും കെട്ടിയതായി അന്നത്തിനു വേണ്ടി സാക്ഷിയായവർ പറയുന്നുണ്ട്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖബറിൽ തീ കത്തിക്കപ്പെടും. രാവും പകലും പോലെ അതിങ്ങനെ ഇളയാവും പകലും ഇങ്ങനെ ആ തീരവേറിൽ ഇളകി മറിയുകയാണ്. മൂന്നാമതായി നിസ്കരിക്കാത്തവരിൽ വേണ്ടി പ്രത്യേകമായി അല്ലാഹു ഏൽപ്പിച്ചൊരു പാമ്പുണ്ട്. അതിന്റെ പേരാണ് എന്ന് പേരുള്ളൊരു പാമ്പുണ്ട്. തീയാലുള്ള രണ്ട് കണ്ണുകൾ, ഇരുമ്പിനാലുള്ള നഖങ്ങളുള്ള പാമ്പുകൾ. പ്രിയമുള്ള സഹോദരന്മാരെ, അത് വല്ലാതെ നീളമുണ്ട്. ആ പാമ്പ് സംസാരിക്കും. ഞാനാണ് എന്ന് പറയുന്ന പാമ്പ്. ഇടിയുടെ ശബ്ദമുള്ള സൗദാണ് പാമ്പിന്റെ സൗണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് കേൾക്കാൻ മനുഷ്യ വിഭാഗത്തിന് സാധ്യമല്ല, ജിന്ന വിഭാഗത്തിന് സാധ്യമല്ല. കേൾക്കുന്നവരാണ് മറ്റുള്ള ജീവജാലങ്ങൾ. അതുകൊണ്ടാണ് അവർ ഒട്ടമൊഴുക്കാതെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്ത രൂപത്തിൽ. പ്രിയമുള്ള സഹോദരന്മാരെ, എന്നിട്ട് ഈ പാമ്പ് പറയാ, അമറനീ റബ്ബീ അൻ അദ്രിബക അലാ തദീഇ സ്വലാത്തി സുബ്ഹിലാ ബഅദ തുലൂഇ ശംസി. സുബ്ഹി നിസ്കാരം നീ ഖവാദിന്റെ പേരിൽ സുബ്ഹി മുതൽക്ക് ഉദയം വരെ ഈ പാമ്പ് വല്ലാതെ ഉപദ്രവിക്കുക തന്നെ ചെയ്യും. സഹോദരന്മാരെ, അതുപോലെ നിസ്കാരം ഖവാദിവരെ മുതൽക്ക് അസ്ർ വരെയും, അസ്ർ നിസ്കാരം ഖവാദിവരെ അസ്ർ മുതൽ മഗ്രിബ് വരെയും, മഗ്രിബ് നിസ്കാരം ഖവാദിവരെ ഇശാ വരെ, ഇശാ നിസ്കാരം ഖവാദിവരെ സുബ്ഹി വരെ ഈ പാമ്പ് വല്ലാതെ ഉപദ്രവിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ലോകത്തിന്റെ നാവുകൊണ്ട് മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മൾ ഖൽബിയായി ആത്മീയമായി മാറണം, ആത്മീയമായി പുരോഗതി ഉണ്ടാവണം. ഈ ഭൗതിക ലോകത്ത് നമുക്ക് എത്ര വിലയുണ്ടായാലും മരിച്ചു കഴിഞ്ഞാൽ വെറും ജീവൻ ശവം മാത്രമാണ് സഹോദര. വെറും ശവമാണ്, വെറും ബോഡിയാണ്. ആണെങ്കിലും യാതൊരു സ്ഥാനവുമില്ലാത്ത ഒന്നാണ്. ഇസ്ലാം നിർദ്ദേശിച്ചതുകൊണ്ട് മറമാടുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മറമാടാൻ തന്നെ കാരണം കഠോരമായ ശിക്ഷകൾ കാണേണ്ടി വരുന്നത് കൊണ്ടാണ് മറമാടാൻ പോലും ഇസ്ലാം നിശ്ചയിച്ചത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്ര വലിയ സമ്പന്നനായാലും, എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ നാട്ടിലെ പ്രഗത്ഭനായാലും മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സർവ്വ സമ്പത്തിന്റെ ഉടമസ്ഥൻ വേറെയാ. നീയുടെ സമ്പത്തിന്റെയും ഉടമസ്ഥനല്ല, നീ ഒന്നിന്റെയും അധികാരിയല്ല, നീ ഒന്നിന്റെ മുമ്പിലും സ്ഥാനമുള്ളവരല്ല. എല്ലാം നിശ്ചലമായി ജനിച്ചപ്പോ ഒറ്റയ്ക്കായി നീ വന്നെങ്കിൽ, സർവമോഹങ്ങളുമായി വന്നെങ്കിൽ, തിരിച്ചു പോകുമ്പോ അതിഭീകരമായ നിലക്ക് എല്ലാ മോഹങ്ങളും അസ്തമിച്ചുകൊണ്ട് വലിയ ഭീകരമായ ശിക്ഷ നേടാൻ വേണ്ടി പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇത്തരം വിഷയങ്ങൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തണം. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ലോകത്ത് വലിയ പ്രശസ്തരായ സാഹിത്യകാരനായ കവിയായിരുന്നു ഫറസ്തഖി എന്ന് പറയുന്ന വ്യക്തി. വലിയ മദ്യവ്യാപാരിയായിരുന്നു, വല്ലാതെ മദ്യം സേവിക്കുന്നവരായിരുന്നു. കവിതാരംഗത്ത് വലിയ ഉന്നതമായ സ്വഭാവത്തിൽ വിരാജിച്ചവരാണ്. മാത്രമല്ല, സ്ത്രീകളെ കുറിച്ച് വല്ലാതെ വർണ്ണിച്ചു
ആദരിച്ചുകൊണ്ട് പദ്യങ്ങൾ എഴുതിയവനാണ്. വല്ലാത്ത കവിയാണ് സഹോദര. അയാളുടെ ഭാര്യ അങ്ങ് മരണപ്പെട്ടപ്പോ ആ ഭാര്യയുടെ ജനാസയും എന്തി പള്ളിയുടെ ശ്മശാന ഭൂമിയിലേക്ക് വരികയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ദർസ് നടത്തിയിരുന്നതോ സഹോദരന്മാരെ, സ്വഹാബത്തിന്റെ വക്കൽ നിന്ന് ഇൽമ പഠിച്ച വലിയ മഹാനായ ത്യാഗീവര്യനായ അല്ലാഹുവിന്റെ ഔലിയായിന്റെ കൂട്ടത്തിൽ ഉന്നതമായ സവാദത്തിൽ വിരാജിക്കുന്ന മഹാനായ സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ആ പള്ളിയുടെ സമീപത്താണ് ഖബറടക്കാൻ വേണ്ടി ഫറസ്തത്ത് വരുന്നത്. ഭാര്യയുടെ ജനാസയാണ്. ജനങ്ങളുടെ ചർച്ചയാണ്. ഈ ജനാസ സംസ്കരണത്തിന് വലിയ പണ്ഡിതനായ മഹാനും പങ്കെടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ ഒന്നിനും കൊള്ളരുതാത്ത മദ്യപാനിയായ ഫറസ്തത്തുണ്ടല്ലോ. ജനങ്ങളുടെ സംസാരം തന്നെയായി. രണ്ട് വോട്ടരും ഇവിടെ ഉണ്ട്. അങ്ങനെ സ്വന്തം ഭാര്യയുടെ കബറടക്കി സഹോദരന്മാരെ. കബറടക്കിയതിന് ശേഷം ആ മനുഷ്യരുണ്ടല്ലോ വല്ലാത്തൊരു മാറ്റമാണ് കൽബിലേക്ക് കടന്നു വരുന്നതോ. വല്ലാത്ത മാറ്റമാ. ഹസനുൽ ബസ്രി അയാളെ ശ്രദ്ധിക്കുകയാണ്. വലിയ മദ്യപാനിയാണെന്നറിയാം, മോശക്കാരനാണെന്നറിയാം. എന്തെങ്കിലും മാറ്റം വരുമോ എന്ന സംഗതി തങ്ങളും നോക്കുകയാണോ. ഭാര്യയുടെ ജനാസ കബറടക്കിയതിന് ശേഷം കബറിന്റെ ഭീകരതയോർത്ത്, കബറിന്റെ അഴകാപോർത്ത്, കബറിന്റെ ഫിത്തനയോർത്ത്, ശിക്ഷയോർത്ത് മടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അഖാഫു വമാഅൽ ഖബീരി ഇല്ലം തുഅഫിനി അശദ്ദ മിനൽ ഖബർ തിഹാബ വഅഗ്യതാ ഇദാ ജാഅനി യൗമുൽ ഖിയാമത്തി ഖായിദു അലീബുൻ വസവാഖുൻ യസൂഖുൽ ഫസ്താ لقد خاب من أولاد آدم من مشى إلى النار مغلول قلايد أرزقا. ഈ മൂന്ന് വരി പദ്യം ഭാര്യയുടെ ജനാസ സംസ്കരണത്തിന് ശേഷം ഹൃദയസ്പർശിയായ ഈ പദ്യമെന്ന് ചൊല്ലിയപ്പോ ഹസനുൽ ബസ്രി നമ്പരെന്ന് പോയി. നിങ്ങളും ഇതുപോലെ ഇത്തരം ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ മോശക്കാരനായല്ലേ ജീവിച്ചത്? വല്ലാതെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന ഈ പദ്യം നിങ്ങൾ ആലപിക്കേണ്ടി വന്നതോ? എന്തുകൊണ്ടാ ഫറസ്തത്ത് എന്നോ ഹസനുൽ ബസ്രി ചോദിക്കുമ്പോ അയാൾ പറയുകയാണ്, ഞാൻ 60 വർഷം കൊണ്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹസനുൽ ബസ്രി. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് സഹോദരന്മാരെ, മദ്യപാനിയായാലും ഒരു ഖബർ കാണുമ്പോ, ഖബറിന്റെ അകത്ത് ശിക്ഷ കാണുമ്പോ, അത് ഓർക്കുമ്പോ ആ ശിക്ഷയെ കുറിച്ച് മനസ്സിലാക്കുമ്പോ എത്ര വലിയ കഠിന ഹൃദയനായാലും മാറ്റം വരിക തന്നെ ചെയ്യും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ ജീവിക്കണേ. ഈ പറഞ്ഞ കാര്യം നൂറ്റാണ്ടുകൾ കൊണ്ട് കഴിഞ്ഞുപോയ ആരുടെ സംഭവങ്ങളല്ല ഈ പറഞ്ഞത്. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ട ഭയാനകമായ വിഷയമാണ്. ഏറ്റവും കൊടും ഭീകരതയുടെ ഖബറിന്റെ ദിവസം എന്ന് പറയുന്നത് ഖബറിലെ ആദ്യ രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അനുകൂലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ
സന്തോഷത്തിലും റാഹത്തിലുമാക്കുമാറാകട്ടെ. ഒരുപാട് പറയാനുണ്ട്. അവരുടെ ഓരോ ശിക്ഷകളും, അവരിൽ അനുഭവിക്കേണ്ടുന്ന ഓരോ അവസ്ഥകളും, ഓരോ വിഭാഗത്തിലുള്ള ശിക്ഷകളും ഒക്കെ പരിശുദ്ധ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നുണ്ട്. മദ്യപാനിക്കുള്ള ശിക്ഷ, അതുപോലെ തന്നെ ഏറ്റവും വലിയ അക്രമം. അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ച ടീം ഈ ലോകത്തുണ്ടോ? നിസ്കരിക്കാത്തവരോട് അല്ലാഹു യുദ്ധം പറഞ്ഞാൽ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുന്ന അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. മദ്യപാനിയോടും വ്യഭിചാരിയോടും അല്ലാഹു തആല നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ ചെയ്ത തെറ്റിൽ കഠിനമായ ശിക്ഷ നിന്നെ ഞാൻ ശിക്ഷിക്കും. പക്ഷേ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ വലിയ യുദ്ധം നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗം ഈ ലോകത്തുണ്ടോ? ആരാധറിയോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, പലിശ തിന്നുകയും കൊടുക്കുകയും പേടിക്കുകയും അതിന്റെ വേണ്ടി എഴുതുകയും സാക്ഷി നിൽക്കുകയും ചെയ്യുന്നവനാരാ? അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്നോ വിശുദ്ധ ഖുർആൻ സന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. പലിശ തിന്നുകയും കൊടുക്കുകയൊക്കെ ചെയ്താലും എനിക്കത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. നേരം വളർത്തിയിരുത്തുന്നത് വരെ പലിശയ്ക്ക് കാശ് കൊടുത്തിട്ട് പിരിവ് നടത്തിയിട്ട് കുറുക്ക് പലിശയും അതുപോലെ തന്നെ വീത പലിശയും കൊടുത്തുകൊണ്ട് തലവെട്ടി നടന്നതുകൊണ്ടൊരു കാര്യമില്ല. അല്ലാഹു തആല റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നിന്നോട് വല്ലാതെ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും സഹോദരാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല. ആർക്കെങ്കിലും ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് അടർത്തി മാറ്റാൻ സാധിക്കുമോ? ഒരാൾക്കും ഖിയാമത്ത് നാളിന് സാധ്യമല്ല. രണ്ടാമതായ ഒരു വിഭാഗമുണ്ട്. യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത് ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഈ ലോകത്ത് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്തെന്ന പദവി കൊടുത്ത വിലായത്തിന്റെ മർത്തബയിലെത്തിയ ഔലിയാവിനെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരോട് മൻ ആദാലി വലിയൻ ഫഖദ് ആലംതുഹു ബിൽ ഹർബ്. നബിയേ, എന്റെ വലിയനെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ, പ്രയാസപ്പെടുത്തിയാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകണേ നബിയേ. ഖുദ്സിയായ ഹദീസിലൂടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഠിനമായ മുഴുവൻ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. സലാമുൻ സലാമുല്ലാ യുഹദ്ദുൻ ദിശാറഹു അലാ മൻ ലഹു നൂറി യസീദു അലാ ശംസി സലാ കുല്ലു മൻ യഹ്വാ ബിദാതാ ഹബീബിഹി റബ്ബി ലഹു ഫിൽ യൗമി സദാ അലാ അംസി സ്വലാത്തുല്ലാ തസ്ലീമു خير البرية. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين الله. നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ റഹ്മാനേ. ആഖിറയിലിരിക്കുന്ന അമലാക്കളെ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ മുഅ്മിനീങ്ങളെയും ഖബറിന്റെ ശർറിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പള്ളിയുടെ ചുറ്റുഭാഗത്തുറങ്ങുന്ന നമ്മുടെ പലരുടെയും വാപ്പയുണ്ട് റഹ്മാനെ. ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, കരളിന്റെ കഷ്ണങ്ങളായ മക്കളുണ്ട്, പലരുമുണ്ട് റബ്ബേ. അവരെ ഖബറിന്റെ അവസ്ഥ നമുക്കറിയില്ല റഹ്മാനെ. റഹ്മാനായ റഹീമായ അല്ലാഹ്, ഈ മഗ്ഫിറത്തിന്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ.
അല്ലാഹുവേ അവരെ ഖബർ നീ പ്രകാശം കൊണ്ട് അലങ്കരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ അവരെ ഖബർ നീ സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹ്. സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളും ഖബറിലാകുമ്പോൾ ഇതുപോലെ ദുആ എടുക്കുന്ന ഒരു വിഭാഗത്തിൽ നീ നിലനിർത്തണേ റഹ്മാനേ. അർഹമവാഹിമേ ഇത് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ഈ മുഅ്മിനീങ്ങൾക്ക് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരയായി അവിടുത്തെ ജിവാറിലായി ഒരിടം നീ അനുവദിച്ചു തരണേ റഹ്മാനേ. വീട്ടിലിരുന്ന് കേൾക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർക്ക് നീ അനുവദിക്കണേ റഹ്മാനേ. അർഹമവാഹിമായ അല്ലാഹ് നിങ്ങൾ പാപങ്ങളാണ്, മഹാപാപികളാണ്, മഹാദോഷികളാണ്. ഓരോ ദിവസവും ഒടുങ്ങാത്ത തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവരാണ് റഹ്മാനേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിയുടെ ഇഫ്താറിന് വേണ്ടി കാശുകൾ നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്ന് നൽകിയ അൻസർ എന്ന് പറയുന്ന സഹോദരൻ, അതുപോലെ തന്നെ പള്ളിയുടെ നവീകരണത്തിന് സഹായിച്ചവർ, തൈക്കാവിന്റെ നവീകരണത്തിന് സഹായിച്ചവർ, ഇതുപോലെ ഇസ്ലാം മദ്രസയ്ക്ക് സഹായിച്ചവർ, സാധുക്കളെ സഹായിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി, ഡെവലപ്മെന്റ് കമ്മിറ്റി, മദ്രസ കമ്മിറ്റി അടക്കമുള്ള പ്രവർത്തകർ, നോമ്പുകാർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന, ഭക്ഷണം പാചകം ചെയ്യുന്നവർ, അല്ലാഹുവെല്ലാം കൃത്യമായി സ്ഥാനങ്ങൾ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിവിന്റെ പരമാവധി സഹായിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി മറ്റുള്ള അംഗങ്ങൾ, അങ്ങനെ നോമ്പ് മുറിക്കാനും ഭക്ഷണം കഴിക്കാനും വന്നിരിക്കുന്ന മുഅ്മിനീങ്ങൾ, ഈ പള്ളിയിൽ തറാവീഹിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾ, നിങ്ങളുടെ നാട്ടിലെ മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനേ. നിന്റെ മുസ്തഗ്ഫീർ തവാബീകൾ മുത്തഖീകൾ നിന്റെ ഇബാദുർ റഹ്മാനിൽ ഒരുമിച്ച് നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തത്രയും നിന്റെ ത്വാഅത്തിലായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്വാഅത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, ഭാര്യമാർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അർഹമവാഹിമായ റബ്ബേ ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലും നിന്റെ ഖബൂലിയത്തിലും നീയാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ നിന്റെ കോപത്തിൽ സഹത്തിൽ വിധേയമാകുന്ന ഒരു പ്രവർത്തനവും ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് നീ തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോ ഹറകാത്തുകളും സകലാത്തുകളും നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് റബ്ബേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത് റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് റബ്ബേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങൾ ഉറങ്ങുന്നത്, ഞങ്ങൾ ഇരിക്കുന്നത്, നിസ്കരിക്കുന്നതും നോമ്പനുഷ്ഠിക്കുന്നതും എല്ലാം നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് അല്ലാഹ്. ഈ റഹ്മത്തിനെ നീ നിലനിർത്തി തരണേ റഹ്മാനേ, നിലനിർത്തണേ റഹ്മാനേ. ആഖിറം രക്ഷപ്പെടുന്നവരിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ നാസിറാകണേ അല്ലാഹ്, മുഈസാകണേ അല്ലാഹ്, മുഈനാകണേ റബ്ബേ. ഞങ്ങളെ എളിയ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.